അർജുന് വിട നൽകിയ നാട്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടപ്പെട്ട അർജുന് വിട നൽകിയ നാട്. കണ്ണാടിക്കലെ അർജുന്റെ വസതിയിൽ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. ആയിരങ്ങളാണ് അർജുന് അവസാനമായി വിട നൽകാൻ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത്. വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത് മുതൽ അർജുനെ അവസാനമായി കാണാൻ വീടിന് മുന്നിൽ ജനങ്ങളുടെ നീണ്ട നിരയായിരുന്നു. അർജുനെ കണ്ടെത്താൻ അവസാന നിമിഷം വരെ ശിരൂരിൽ കൂടെ നിന്ന ലോറിയുടമ മനാഫ് അർജുന്റെ വീട്ടിലും പൊതുദർശനത്തിനടക്കം നേതൃത്വം നൽകി മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. കാത്തിരിപ്പുകൾക്കൊടുവിൽ 75-ാം ദിവസമാണ് അർജുന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇന്നലെ കർണാടകയിൽ നിന്നും പുറപ്പെട്ട വിലാപയാത്രയെ കോഴിക്കോട് വരെ കർവാർ പോലീസും അനുഗമിച്ചു. സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രി AK ശശീന്ദ്രനാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. മഞ്ചേശ്വരം MLA അഷ്റഫ്, കർവാർ MLA സതീഷ് കൃഷ്ണസേൽ, കർണാടകയിലെ പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപെ എന്നിവരടക്കമുള്ളവർ വിലാപയാത്രയ്ക്കൊപ്പം അർജുന്റെ വീട്ടിലെത്തി. ലോറിയുടെ ക്യാബിനിൽ നിന്ന് ലഭിച്ച അർജുന്റെ ഫോണും പേഴ്സും വാച്ചും അടക്കമുള്ളവ ആംബുലൻസിന് പിന്നാലെ കാറിൽ വീട്ടിലെത്തിക്കുകയും ചെയ്തു. തങ്ങളുടെ ജോലിയല്ല, കടമയാണ് ചെയ്തതെന്നാണ് കർവാർ MLA മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അർജുനെ കണ്ടെത്തുമെന്ന് സഹോദരിക്ക് ഉറപ്പു നൽകിയിരുന്നതായും അത് പാലിക്കാൻ കഴിഞ്ഞെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ജാതിമത ഭേദമന്യേ കേരളത്തിലെ ആളുകളെല്ലാം അർജുനായി പ്രാർത്ഥിച്ചുവെന്നും ആ പ്രാർത്ഥന ഫലിച്ചുവെന്നും അർജുന ആദരാഞ്ജലി അർപ്പിക്കാൻ കണ്ണാടിക്കലെ വീട്ടിലെത്തിയ ഈശ്വർ മാൽപെയും പറഞ്ഞു. മകനെ കൊണ്ടുവരുമെന്ന് അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിച്ചെന്നും അതിനായി ഒരുപാട് കഷ്ടപ്പെട്ടെന്നും മാൽപെ കൂട്ടിച്ചേർത്തു.